ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വിഷമമുള്ളൊരു കാര്യമല്ലേ. നമുക്ക് അത്രയും ലോൺസ്, EMIs, ഡെപ്സ് ഇതെല്ലാം നിൽക്കുമ്പോൾ നമുക്ക് ടാക്സ് അടയ്ക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ളൊരു കാര്യമാവും. മറിച്ച് ഡൊണാൾഡ് ട്രംപ്, റോബർട്ട് കിയോസാക്കി അങ്ങനത്തെ ചില വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ മിഡിൽ ക്ലാസ് അടയ്ക്കുന്ന അത്രയും പോലും ടാക്സ് അടയ്ക്കില്ലാന്ന്. ചിലപ്പോൾ ₹1 പോലും ടാക്സ് അടയ്ക്കില്ലാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. ടാക്സ് അടയ്ക്കാണ്ടിരുന്നിട്ട് ഒരുപാട് കമ്പനീസ് പൂട്ടിപ്പോയതും ഒരുപാട് പേര് അറസ്റ്റ് ചെയ്തതും നമ്മൾ പത്രത്തിലും ന്യൂസിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു ലോ നിൽക്കുമ്പോൾ എങ്ങനെയാണ് വെൽത്തി ആയിട്ടുള്ള ആൾക്കാർ പരസ്യമായിട്ട് പറയുന്നത് ഞങ്ങൾ മിഡിൽ ക്ലാസ് അടയ്ക്കുന്ന അത്രയും പോലും ടാക്സ് അടയ്ക്കില്ലാന്ന്? അപ്പോൾ അതെന്തായിരിക്കും സെറ്റപ്പ്? ഇന്ന് നമുക്ക് ഈ വീഡിയോയിൽ അത് നോക്കാം. ടാക്സ് അടയ്ക്കാണ്ടിരിക്കാൻ ഇന്ത്യയിൽ 2 വഴികളാണുള്ളത്. ഒന്ന് ടാക്സ് ഇവേഷൻ, 2 ടാക്സ് അവോയ്ഡൻസ്. ആദ്യം നമുക്ക് ടാക്സ് ഇവേഷൻ എന്താണെന്ന് നോക്കാം. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കള്ളം പറയാണ്, അതായത് പ്രൈസിലെല്ലാം വേരിയേഷൻസ് നടത്തുന്നതാണ്. ഈ ടാക്സ് ഇവേഷനിലെ 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. അതിലാദ്യത്തെയാണ് അണ്ടർ റിപ്പോർട്ടിംഗ് ഓഫ് ഇൻകം. ഈ ഒരു സീനാരിയോയിൽ നമുക്ക് 2 പേരെ ഇമാജിൻ ചെയ്യാം. ഒന്ന് തങ്കൻ, ഒന്ന് രംഗൻ. തങ്കനും രംഗനും കൂടിയിട്ട് ഒരു പ്രോപ്പർട്ടി ഡീലിൽ ഏർപ്പെടുകയാണ്. രംഗൻ്റെ 50 ലക്ഷം രൂപയുള്ള വീട് തങ്കൻ വാങ്ങാൻ ഏൽക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിലെ പ്രോപ്പർട്ടി ടാക്സ് നിയമപ്രകാരം തങ്കൻ സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരു 10% ആണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കും. രംഗൻ ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനോ അതോ ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിനോ എന്തോ ആവട്ടെ, രംഗൻ ടാക്സ് അടയ്ക്കേണ്ടത് 20% ആണെന്ന് വിചാരിക്കുക. അപ്പോൾ 50 ലക്ഷത്തിൻ്റെ 10% ആണ് തങ്കൻ ടാക്സ് അടയ്ക്കേണ്ടതെങ്കിൽ തങ്കൻ 5 ലക്ഷം രൂപ ടാക്സ് അടയ്ക്കണം. മറിച്ച് വീട് വിറ്റ രംഗനാണെങ്കിൽ 20% ആണെങ്കിൽ 50 ലക്ഷം രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 10 ലക്ഷം രൂപ രംഗൻ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഇവർ രണ്ടുപേരും കൈകോർത്ത് ഒരു തീരുമാനത്തിലെത്തി. അവർ ആക്ച്വലി 50 ലക്ഷം രൂപയ്ക്ക് ഡീല് നടത്തിയെങ്കിലും പേപ്പറിൽ, അതായത് ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ 30 ലക്ഷം രൂപയ്ക്കാണ് പ്രോപ്പർട്ടി സെയിൽ ചെയ്തതെന്ന് ഗവൺമെൻറ്റിനെ കാണിക്കുകയാണ്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി രംഗനായാലും തങ്കനായാലും ആ 30 ലക്ഷം രൂപയുടെ പുറത്ത് മാത്രമാണ് ടാക്സ് വരുള്ളൂ. 30 ലക്ഷം രൂപയുടെ 10% എന്ന് പറയുമ്പോൾ 3 ലക്ഷം രൂപ തങ്കന് ടാക്സ് വരുള്ളൂ. 30 ലക്ഷം രൂപയുടെ 20% എന്ന് പറയുമ്പോൾ 6 ലക്ഷം രൂപ രംഗന് ടാക്സ് വരുള്ളൂ. അപ്പോൾ ആക്ച്വലി തങ്കൻ 2 ലക്ഷവും രംഗൻ 4 ലക്ഷവും സേവ് ആക്കി ഇതിലൂടെ. പക്ഷേ ഇത് ഇല്ലീഗലാണ്. ഇത് ഗവൺമെൻറ് അറിഞ്ഞു കഴിഞ്ഞാൽ തങ്കനും രംഗനും അകത്തു പോകും. ഇനി രണ്ടാമത്തെ ഫോൾസ് ഡിഡക്ഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ ബിസിനസ്സിലെ എക്സ്പെൻസസ് മാറ്റം വരുത്തുന്നതാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് തങ്കനെ തന്നെ എടുക്കാം. തങ്കൻ ഒരു ഹോട്ടൽ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഹോട്ടലിലൂടെ തങ്കൻ ഒരു വർഷം 10 ലക്ഷം രൂപ ഏൺ ചെയ്തെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യൻ ലോ പ്രകാരം 10 ലക്ഷത്തിൻ്റെ 10% ആണ് ടാക്സ് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ 10 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 1 ലക്ഷം രൂപ തങ്കൻ ടാക്സ് അടയ്ക്കണം. പക്ഷേ ഗവൺമെൻറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് വരുന്ന ബിസിനസ് എക്സ്പെൻസസ് എല്ലാം നമുക്ക് കുറച്ചിട്ട് ബാക്കി വരുന്ന എമൗണ്ടിന് പുറത്ത് മാത്രം നമ്മൾ ടാക്സ് അടച്ചാൽ മതി. അപ്പോൾ തങ്കൻ എന്ത് ചെയ്തു? തങ്കൻ 3 ലക്ഷം രൂപയ്ക്ക് ഹോട്ടൽ പുതുക്കി പണിതിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 7 ലക്ഷത്തിൻ്റെ പുറത്ത് മാത്രം തങ്കന് ടാക്സ് അടച്ചാൽ മതി. അതായത് 7 ലക്ഷത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 70,000 രൂപ. പക്ഷേ തങ്കൻ ഇത് കള്ളം പറഞ്ഞതായിരുന്നു. തങ്കൻ ആക്ച്വലി പുതുക്കി പണിയാനായിട്ട് 1 ലക്ഷം രൂപയെ ചിലവ് വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫേക്ക് ബിൽസ് കാണിച്ചിട്ട് 3 ലക്ഷം രൂപയെന്ന് ഗവൺമെൻറ്റിൻ്റെ അടുത്ത് കള്ളം പറയുന്നു. തങ്കൻ ആക്ച്വലി 9 ലക്ഷം രൂപയുടെ പുറത്താണ് ടാക്സ് അടയ്ക്കേണ്ടിയിരുന്നത്, അതായത് 90,000 രൂപ. പക്ഷേ തങ്കൻ 7 ലക്ഷം രൂപയുടെ പുറത്ത് മാത്രമേ ടാക്സ് അടച്ചുള്ളൂ, അതായത് 70,000 രൂപ. ഇത് ഇല്ലീഗലാണ്. ഇത് ഗവൺമെൻറ് അറിഞ്ഞാൽ തങ്കൻ്റെ ഹോട്ടലും പോവും, ചിലപ്പോൾ തങ്കനകത്തും പോവും. അതുകൊണ്ട് ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. ടാക്സ് ഇവേഷൻ്റെ ഒരുപാട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 എക്സാമ്പിൾസ് പറഞ്ഞെന്നുള്ളൂ. ഞാൻ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മൊത്തം ചെയ്യുന്നുണ്ട്, ടാക്സ് അവോയ്ഡൻസിൻ്റെയും ടാക്സ് ഇവേഷൻ്റെയും. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് 2 എക്സാമ്പിൾസ് വെച്ച് പറയുന്നതെന്നുള്ളൂ. ഇനി നമുക്ക് റിച്ച് ആൾക്കാരെ കുസൃതികൾ നോക്കാം. അതാണ് ടാക്സ് അവോയ്ഡൻസ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മാർട്ടായിട്ടുള്ള ലീഗൽ സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതാണ്. ഇതൊരു ക്ലെവർ ഗെയിമാണ്. അതായത് ഇതിൻ്റെ ലൂപ്പ് ഹോൾസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് വേണം നമുക്ക് ഈ സ്ട്രാറ്റജീസ് എല്ലാം യൂസ് ചെയ്യാനായിട്ട്. ഇതിലും നമുക്ക് 2 സ്ട്രാറ്റജീസ് നോക്കാം. അതിൽ ആദ്യത്തെ സ്ട്രാറ്റജിയാണ് CFC, കൺട്രോൾഡ് ഫോറിൻ കോർപ്പറേഷൻസ്. ഇതെന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ആപ്പിൾ കമ്പനി 2009 തുടങ്ങി 2012 വരെ കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് $44 ബില്യൺ അവരതിലൂടെ സേവ് ചെയ്തത്. ഇതെങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ കമ്പനി അയർലൻഡിൽ ഒരു ഷെൽ കമ്പനി ആരംഭിച്ചു. അതിൻ്റെ പേര് ആപ്പിൾ കോർപ്പറേഷൻ യൂറോ എന്നായിരുന്നു. ആ ഒരു കമ്പനിക്ക് ഒരു എംപ്ലോയി പോലും ഉണ്ടായിരുന്നില്ല. അതായത് അയർലൻഡിലെ ടാക്സ് ലോസ് കണക്കിലെടുക്കുന്നത് ഒരു കമ്പനിയുടെ മാനേജ്മെൻറ്റ് അവിടെ കൺട്രോൾ ചെയ്യുന്നതിലാണ്. മറിച്ച് US-ലാണെങ്കിലോ ഒരു കമ്പനി അവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നതിലാണ്. അതായത് ആ കമ്പനി എവിടെയാണോ രജിസ്റ്റർ ചെയ്തത് അതിലാണ് US ടാക്സ് ചുമത്തുക. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്പിൾ രജിസ്റ്റർ ചെയ്തേക്കുന്നത് അയർലൻഡിലാണ്. പക്ഷേ അയർലൻഡിൽ നിയമപ്രകാരം ഇതിൻ്റെ മാനേജ്മെൻ്റ് എല്ലാം US-ലാണ്. അതുകൊണ്ട് US-ൽ ടാക്സ് അടച്ചാൽ മതി. ഇനി US-ൻ്റെ സീനാറിയോയിലാണെങ്കിലോ ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത് അയർലൻഡിലാണ്. അതുകൊണ്ട് US-ലും ടാക്സ് അടയ്ക്കേണ്ട. അപ്പോൾ 2 രാജ്യത്തും ടാക്സ് അടയ്ക്കേണ്ട. അങ്ങനെ ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് ആപ്പിൾ കമ്പനി അന്ന് നടത്തിയിരുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് ആണ്. അതായത് പ്രോഫിറ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതാണ്. അത് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഈ ഒരു സീനാരിയോയിൽ നമുക്ക് തങ്കനെ തന്നെ എടുക്കാം.
തങ്കൻ ടുട്ടു എന്ന് പറയുന്ന ഒരു ഷൂ ബ്രാൻഡ് തുടങ്ങിയെന്ന് വിചാരിക്കുക. ആ ഒരു ഷൂ ബ്രാൻഡിലൂടെ ഇന്ത്യയിൽ 10 കോടി രൂപ തങ്കൻ ഒരു വർഷം ഉണ്ടാക്കിയെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ത്യയിലെ നിയമപ്രകാരം ഒരു 20% ആണ് ടാക്സ് അടയ്ക്കേണ്ടെങ്കിൽ തങ്കൻ 2 കോടി രൂപ ഇന്ത്യൻ ഗവൺമെന്റിന് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. പക്ഷെ തങ്കൻ എന്ത് ചെയ്തു, കെയ്മാൻ ഐലൻഡ് പോലുള്ള അതായത് 0% ടാക്സ് ഉള്ള ടാക്സ് ഹേവൻ കൺട്രീസിൽ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്തു. എന്നിട്ട് ഇന്ത്യയിലുള്ള കമ്പനിയുടെ പേറ്റൻസും കോപ്പി റൈറ്റ്സ് എല്ലാം ആ ഒരു കെയ്മാൻ ഐലൻഡിലുള്ള കമ്പനിക്ക് ട്രാൻസ്ഫർ ചെയ്തു. അപ്പോൾ അതിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്കൻ 10 കോടി രൂപ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ 80% പ്രോഫിറ്റിന്റെ 80% ഈ ഒരു കമ്പനിക്കുള്ളതാണ്. ബാക്കി വരുന്ന 2 കോടിയുടെ പുറത്ത് മാത്രം തങ്കൻ ടാക്സ് അടച്ചാൽ മതി. ഇനി തങ്കൻ ഈ 8 കോടി രൂപ കെയ്മാൻ ഐലൻഡിൽ പോയി കഴിഞ്ഞാൽ തങ്കൻ 1 രൂപ പോലും ടാക്സ് കൊടുക്കണ്ട. പക്ഷെ ഈ ഒരു 8 കോടി രൂപ തങ്കനെ തിരിച്ച് ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? ഇല്ല, അതിനും തങ്കന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഒന്നില്ലെങ്കിൽ തങ്കൻ അത് മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഇന്ത്യയിലെ ടാക്സ് നിയമങ്ങൾ മാറുന്നവരെ വെയിറ്റ് ചെയ്യും. അതായത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല എല്ലാ രാജ്യങ്ങളിലും ടാക്സ് നിയമങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. പേഴ്സൻറ്റേജ് ആയാലും നിയമങ്ങളായാലും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ റിച്ച് ആൾക്കാർ എപ്പോഴൊക്കെ നിയമങ്ങൾ മാറുന്ന എല്ലാ സ്ട്രാറ്റജിയുടെയും ലൂപ്പ് ഹോൾസ് എല്ലാം കണ്ടുപിടിച്ചിട്ട് റിച്ച് ബുദ്ധിപരമായി കളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടാക്സ് ഇവേഷൻ്റെ ആയാലും ടാക്സ് അവോയ്ഡൻസിൻ്റെ ആയാലും ഇഷ്ടംപോലെ സ്ട്രാറ്റജീസ് ഉണ്ട്. ഇഷ്ടംപോലെ കമ്പനീസ് അത് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് ക്ലെവർ ഗെയിം കളിച്ചിട്ടുള്ള ഒരുപാട് കമ്പനീസ് ഉണ്ട്. ഞാനതിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയ്ക്കുള്ളൂ. ഓക്കെ, ബൈ.